എന്ന് പറഞ്ഞ ശിഷ്യന്റെ മുന്നിലേക്ക് കർത്താവ് തന്റെ പാർശ്വം കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ കാഴ്ച തോമസിന്റെ ജീവിതത്തിൽ വളരെയധികം അനുതാപവും ദൈവസ്നേഹവും കടന്നു വന്നു. തോമസ് ലീഗ പറയുകയാണ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, അപ്രകാരം പറഞ്ഞ് ദൈവത്തിന്റെ കരുണയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഈശോയുടെ കുരിശ് മരണ സമയത്ത് വലതുവശത്തും ഇടതുവശത്തും രണ്ട് കള്ളന്മാർ കിടക്കുന്നുണ്ട്. ജീവിതത്തില് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും അവസാന നിമിഷത്തിൽ വലതുവശത്ത് കിടന്ന കള്ളൻ കർത്താവിനോട് ഹൃദയത്തിൽ നിന്നും ഇപ്രകാരം കർത്താവിനോട് പറയുകയാണ്, നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, അവസാന നിമിഷത്തിൽ ആ നല്ല കള്ളനോട് പോലും കർത്താവായ യേശുക്രിസ്തു കരുണ കാണിച്ചു. ആ കരുണയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം. കരുണയെ പറ്റി നമ്മൾ ധ്യാനിക്കണം. പരിശുദ്ധ ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രനെ കുറിച്ച് നമ്മൾ കാണുകയാണ്. എല്ലാം ഉണ്ടായിരുന്നിട്ടും തന്റെ സ്വത്തിന്റെ സമ്പത്തിന്റെ വിഹിതം വാങ്ങിക്കൊണ്ട് ലോകത്തിലേക്കും ലോകത്തിന്റെ മോഹങ്ങളിലേക്കും കടന്നുപോയ ധൂർത്തപുത്രൻ അവൻ പോയ വഴികളൊക്കെ തെറ്റായിരുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ പരിശ്രമിക്കുന്ന ആ സാഹചര്യത്തിൽ അവന് വലിയ ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ്. അവൻ അപ്പോൾ ചിന്തിക്കുകയാണ്, എന്റെ പിതാവിന്റെ സന്നിധിയിൽ എത്രയോ പേര് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, നന്നായി